റെയിൽവേ ട്രാക്കുകൾ അപകട ട്രാക്കുകളാകുന്നു. ട്രാക്കുകളിൽ കൂടി ട്രെയിനുകൾക്ക് മാത്രമേ സഞ്ചരിക്കുവാൻ അനുവാദമുള്ളൂ എന്നത് മറന്നാണ് പലരുടെയും ട്രാക്കിലൂടെയുള്ള യാത്ര. റെയിൽവേ ട്രാക്കുകളെ നടപ്പാതകളാക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ട്രാക്കുകൾ ട്രെയിനുകൾക്ക് സ്വന്തം. ഇഴഞ്ഞും ഇരമ്പിപ്പാഞ്ഞും കൂകി വിളിച്ചും ഇഷ്ടം പോലെ ഇതുവഴി കടന്നുപോകാൻ അധികാരമുള്ളത് ട്രെയിനുകൾക്ക് മാത്രം. എന്നാൽ നിയമങ്ങൾ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള മനുഷ്യൻ റെയിൽവേ ട്രാക്കുകളെ കുറുക്കുവഴികളാക്കുന്നു. അലസരായി ചിന്തകളിൽ മുഴുകി ഒരു ഗ്രാമപാതയിലൂടെ എന്ന വണ്ണം പലരും ട്രാക്കിലൂടെ നടന്നു പോകുന്നു. ഇത് സ്ഥിരം കാഴ്ചകൾ. ട്രാക്ക് മുറിച്ചു കടക്കുമ്പോഴും ട്രാക്കിലൂടെ നടക്കുമ്പോഴും സംഭവിച്ച അപകടങ്ങൾ നിരവധി. ദിനംപ്രതി സംഭവിക്കുന്ന അപകടങ്ങൾക്ക് ദൃക്സാക്ഷികളായാലും പലരും ഇതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല. പണ്ടത്തെ പോലെ നാടുകുലിക്ക് വരുന്ന തീവണ്ടികൾ ഇപ്പോഴില്ല. ഇലക്ട്രിക് ട്രെയിനുകൾ അമിത വേഗക്കാരും നിശബ്ദരുമാണ്. തൊട്ടടുത്തെത്തുമ്പോഴായിരിക്കും അപകടം മണത്തറിയുന്നത്. ഈ അന്താളിപ്പിൽ പിടയുന്നത് മനുഷ്യജീവനുകൾ. ട്രെയിനുകൾ ദൂരത്തു നിന്ന് വരുന്നത് കണ്ട് ഒഴിഞ്ഞു മാറാം എന്ന ധൈര്യമാണ് പലർക്കും. എന്നാൽ ചിലയിടങ്ങളിൽ ഇതിലുള്ള സ്ഥലസൗകര്യമില്ല. പാളം വിട്ട് സുരക്ഷിതമായി നിൽക്കാനിടമില്ലാത്ത സ്ഥലങ്ങളും ഏറെ. വർക്കല അണ്ടർപാസേജിന് മുകളിലുള്ള ട്രാക്കിൽ അപകടങ്ങൾ നിത്യസംഭവങ്ങളാകുന്നു. ട്രാക്കിനൊരു വശം അണ്ടർപാസേജാണ്. വാഹനങ്ങൾ ഇതുവഴി ഇടതടവില്ലാതെ കടന്നുപോകുന്നു. ട്രാക്കിലൂടെ നടക്കവേ ഇവിടെ പെട്ടുപോയാൽ മരണമുറപ്പ്. റോഡിലേക്ക് ചാടിയാലും പാളത്തിലേക്ക് കയറിയാലും അപകടമുറപ്പാണ്. സ്ഥലപരിചയമില്ലാത്തവരാണ് കൂടുതലായും ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. ആരെയും പഴിചാരാനാകില്ല ഈ വിഷയത്തിൽ. വിധിയെന്നോർത്ത് സമാധാനിക്കുക ബാക്കിയുള്ളവർക്ക്. റെയിൽവേ ട്രാക്കിലൂടെയുള്ള യാത്ര ഒഴിവാക്കുകയാണ് ഏക പരിഹാരം.